വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ എന്നീ നിശബ്ദ ചിത്രങ്ങൾക്കു ശേഷം മലയാളം സംസാരിച്ചെത്തിയ ആദ്യ സിനിമ ബാലൻ റിലീസ് ചെയ്തത് 1938 ആണ്. പിന്നാലെ ജ്ഞാനാംബിക, പ്രഹ്ലാദൻ, നിർമ്മല, വെള്ളിനക്ഷത്രം തുടങ്ങിയ സിനിമകളും പുറത്തിറങ്ങി. മലയാളത്തിൽ സിനിമകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപമാണ് ഉദയ പിക്ചേഴ്സ് എന്ന സംരംഭത്തിന് കുഞ്ചാക്കോ തുടക്കമിട്ടത്. 1949 വെള്ളിനക്ഷത്രം എന്ന സിനിമയിലൂടെയാണ് ഉദയായുടെ നക്ഷത്രോദയം. ഉദയായുടെ ബാനറിൽ കുഞ്ചാക്കോയും തിരുവല്ലക്കാരൻ KV കോശിയും ചേർന്ന് 1950 നിർമ്മിച്ച നല്ല തങ്ക എന്ന ചിത്രം സാമ്പത്തികമായി വിജയമായിരുന്നു. 1 ലക്ഷത്തോളം രൂപ ചെലവിലാണ് നല്ല തങ്ക നിർമ്മിച്ചത്. സിനിമയുടെ വിജയം കോശി കുഞ്ചാക്കോ കൂട്ടുകെട്ടിന് ആവേശമായി. അങ്ങനെയാണ് ജീവിതനൗകയുടെ തുടക്കം. ഉദയായുടെ ബാനറിൽ KNK പ്രൊഡക്ഷൻസിന്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണങ്ങളും എഴുതിയത് മുതുകുളം രാഘവൻ പിള്ളയാണ്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലന്റെ തിരക്കഥാകൃത്തും നടനും ഗാനരചയിതാവുമെല്ലാമായിരുന്നു മുതുകുളം രാഘവൻ പിള്ള. K. വേമ്പു സംവിധാനം ചെയ്ത ജീവിതനൗക എന്ന ചിത്രം 1951 മാർച്ച് 15 തിയേറ്ററിലെത്തിയത്. അപ്പോഴേക്കും സിനിമയുടെ നിർമ്മാണ ചെലവ് 5 ലക്ഷം രൂപയായിരുന്നു. പാവപ്പെട്ടവളായ ലക്ഷ്മിയും വിദ്യാസമ്പന്നനും മധ്യവർത്തി സമൂഹത്തിന്റെ പ്രതിനിധിയുമായ സോമനും തമ്മിലുള്ള പ്രണയവിവാഹവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ജീവിതനൗകയുടെ കഥ. സോമൻ എന്ന കഥാപാത്രത്തെ തിക്കുറിശി സുകുമാരൻ നായരാണ് അവതരിപ്പിച്ചത്. BS സരോജ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തിക്കുറിശിയുടെ ജ്യേഷ്ഠൻ രാജുവിനെ അന്നത്തെ നാടകരംഗത്തെ അധികായൻ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ രംഗത്തെത്തിച്ചു. രാജുവിന്റെ ഭാര്യ ജാനുവിന്റെ വേഷമിട്ട പങ്കജവല്ലിയാണ് പ്രതിനായിക. ക്രൂരയായ ചേട്ടത്തിയമ്മയായി പങ്കജവല്ലി തകർത്തഭിനയിച്ചു. തിക്കുറിശി സുകുമാരൻ നായർ, BS സരോജ, സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ, പങ്കജവല്ലി, മുതുകുളം രാഘവൻ പിള്ള, ബേബി ഗിരിജ, SP പിള്ള, മാത്തപ്പൻ, മുളവന, നാണുക്കുട്ടൻ, ജഗദമ്മ, ഗോപിനാഥൻ, CR രാജകുമാരി, ഇന്ദിര ആചാര്യ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബേബി ഗിരിജയാണ് BS സരോജത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത്. നർമ്മമുഹൂർത്തങ്ങളും ജീവിതഗന്ധിയായ സന്ദർഭങ്ങളും ഗാനങ്ങളുമെല്ലാം ചേരുംപടി ചേർത്ത കൃത്യമായ ഫോർമുലയിൽ ആദ്യമായി ഇറങ്ങിയ ചിത്രമെന്ന നിലയിൽ ജീവിതനൗകയെ ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ബാലസുബ്രഹ്മണ്യത്തിന്റെ ഛായാഗ്രഹണവും KD ജോർജിന്റെ എഡിറ്റിംഗും ചിത്രത്തിന് ജീവനേകി. അഭയദേവിന്റെ മനോഹരമായ വരികൾക്ക് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. P. ലീല, കവിയൂർ രേവമ്മ, തൃച്ചി ലോകനാഥൻ, മെഹബൂബ് തുടങ്ങിയവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. പ്രശസ്ത ഗായകൻ മെഹബൂബിന്റെ സിനിമാ പ്രവേശവും ഈ ചിത്രത്തിലൂടെയായിരുന്നു. ചിത്രം കേരളത്തിൽ വമ്പൻ ഹിറ്റായി. 5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ചിത്രം 30 ലക്ഷത്തിലധികം രൂപയുടെ കളക്ഷൻ നേടി റെക്കോർഡിട്ടു. തിരുവനന്തപുരത്ത് തുടർച്ചയായി 284 ദിവസവും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു. എറണാകുളത്ത് 107 ദിവസവും, കോഴിക്കോട്ട് 175 ദിവസവും, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ 100 ദിവസവും ചിത്രം തുടർച്ചയായി പ്രദർശിപ്പിച്ചു. ജീവിതനൗകയുടെ വിജയത്തോടെ തിക്കുറിശി മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാറായി. തമിഴിലും സിനിമ റീമേക്ക് ചെയ്തു. തെലുങ്ക്, ഹിന്ദി ഭാഷകളിലേക്ക് ജീവിതനൗക മൊഴിമാറ്റിയെത്തി. ഹിന്ദിയിലേക്ക് ഡബ്ബ് ചെയ്ത ആദ്യ മലയാള ചിത്രവും ജീവിതനൗകയായിരുന്നു. ജീവിതനൗകയിൽ പ്രധാന കഥാപാത്രമായ സോമന്റെ കോളേജിൽ മഹാകവി വള്ളത്തോളിന്റെ മക്നല്ലമറിയം കാവ്യം നാടകമായി അവതരിപ്പിക്കുന്ന രംഗമുണ്ടായിരുന്നു. ആ കാവ്യത്തിലെ ചില വരികൾ സിനിമയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ മഹാകവി കേസ് നൽകിയതിനെപ്പറ്റി നവോദയ അപ്പച്ചൻ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: ജീവിതനൗക എന്ന ചിത്രത്തിൽ അന്തർനാടകമെന്ന നിലയിൽ മക്നല്ലമറിയം മഹാകാവ്യത്തിലെ ചില വരികൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. മൊത്തം 15 വരികളാണ് സിനിമയിലേക്ക് സ്വീകരിച്ചത്. ഒരു വരിക്ക് 100 രൂപ വീതം പ്രതിഫലം നിശ്ചയിച്ചു. ആ പണം ഞങ്ങൾ കൃത്യമായി നൽകി. പിന്നീട് ഈ ചിത്രത്തിൽ ഈ മഹാകാവ്യത്തിലെ 4 വരികൾ കൂടി ചേർക്കേണ്ടി വന്നു. മുൻ കരാർ പ്രകാരം ഈ 4 വരികൾക്ക് 400 രൂപ ഉദയായിൽ നിന്നും മഹാകവിക്ക് അയച്ചുകൊടുത്തു. എന്നാൽ വള്ളത്തോൾ ഈ തുക സ്വീകരിച്ചില്ല. ആ 4 വരികൾക്ക് തനിക്ക് 1000 രൂപ വീതം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് 4000 രൂപ. വള്ളത്തോളിന്റെ ഈ നിലപാട് അംഗീകരിക്കാൻ ഞങ്ങൾക്കായില്ല. ഉദയായ്ക്കെതിരെ ആലപ്പുഴ കോടതിയിൽ മഹാകവി കേസ് ഫയൽ ചെയ്തു. മരണം വരെ വള്ളത്തോൾ ഈ കേസുമായി മുന്നോട്ടു പോയി. പിന്നീടാണ് ഉദയായ്ക്ക് മോചനമായത്. പ്രശസ്ത സാഹിത്യകാരൻ NS മാധവന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലിൽ ജീവിതനൗകയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എറണാകുളത്തെ പഴയ തിയേറ്ററുകളിൽ ഒന്നായ ലക്ഷ്മണിൽ ജീവിതനൗക പ്രദർശിപ്പിച്ച കാലത്തെയാണ് അതിൽ പറയുന്നത്. ജീവിതനൗക കാണണമെങ്കിൽ കൊടട കൊടട നാലണ എന്ന പാട്ടുപാടി ആളുകൾ നടന്നിരുന്നുവെന്നും പറയുന്നുണ്ട്. ജീവിതനൗക സിനിമ ഇറങ്ങിയപ്പോൾ ഇത്തരത്തിൽ പ്രശസ്തമായ ഈരടികൾ പലതും പിറവികൊണ്ടു. അതിലൊന്ന് ഇങ്ങനെയാണ്: ജീവിതനൗക കാണണമെങ്കിൽ 2 കാലണ മതി, 2 ടിക്കറ്റ്, കാലണ കടൽ
കാല രണ്ടേ കാലണ മതി മതി. പ്രശസ്ത ചലച്ചിത്ര താരം നെടുമുടി വേണുവിന്റെ ഓർമ്മകളിലെ ആദ്യ സിനിമയോർമ്മയും ജീവിതനൗകയുടേതാണ്. കുട്ടിക്കാലത്ത് തിയേറ്ററിലെ മണലിലിരുന്ന് കണ്ട സിനിമയിൽ അമ്മ അരിയിടിക്കുമ്പോൾ തെറിച്ചു വീഴുന്ന അരിപ്പൊടി വായിലാക്കുന്ന SP പിള്ളയുടെ കഥാപാത്രത്തെ കണ്ട് ചിരിച്ചതും അത് ജീവിതനൗകയായിരുന്നുവെന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കിയതും നെടുമുടി വേണു ഒരിക്കൽ പങ്കുവച്ച ഓർമ്മയാണ്. ജീവിതനൗക എന്ന സിനിമയായിരുന്നു മെഹബൂബിന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത്. ആ സിനിമയ്ക്ക് വേണ്ടി പാടാൻ നടൻ മുത്തയ്യാണ് മെഹബൂബിനെ സംഗീത സംവിധായകനായ ദക്ഷിണാമൂർത്തിയോട് നിർദ്ദേശിക്കുന്നത്. അകാലെ ആരും കൈവിടും നീ താനേ നിൻ സഹായം എന്നതായിരുന്നു ആദ്യ ഗാനം. മെഹബൂബിന്റെ പാട്ടു കേട്ടപ്പോൾ ദക്ഷിണാമൂർത്തി സിനിമയിലെ മറ്റു ഗാനങ്ങൾ കൂടി പാടാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആ സിനിമയിലെ 5 ഗാനങ്ങൾ കൂടി പാടി. പിന്നീട് മലയാള സിനിമ ഈ ഗായകനെ കൈവിട്ടില്ല. 1953 കൊച്ചിയിൽ ആദ്യമായി ഗാനമേളയ്ക്ക് മുഹമ്മദ് റഫി എത്തി. 1953 ഏപ്രിൽ 18 കൊച്ചിയിലെ അനാഥ സംരക്ഷണ സംഘം അവരുടെ ധനശേഖരണാർത്ഥമാണ് റഫിയുടെ ഗാനമേള സംഘടിപ്പിച്ചത്. കൊച്ചിയിലെ പാട്ടുകാർക്കുള്ള അവസരമെത്തിയപ്പോൾ മെഹബൂബ് എത്തി. ഇടതു കൈകൊണ്ട് ചെവി പൊത്തിപ്പിടിച്ച് മെഹബൂബ് പാടി. അകാലെ ആരും കൈവിടും നീ താനേ നിൻ സഹായം. ജീവിതനൗക എന്ന ചിത്രത്തിലെ ആ ഗാനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. 1949 പുറത്തിറങ്ങിയ ദുലാരി എന്ന ചിത്രത്തിനു വേണ്ടി നൌഷാദിന്റെ ഈണത്തിൽ റഫി പാടിയ സുഹാനി രാത് ദൽ ചുക്കി എന്ന ഗാനത്തിന്റെ അതേ ഈണത്തിലൊരുക്കിയ പാട്ടായിരുന്നു അത്. ഈ പാട്ടുകേട്ട് വിസ്മയിച്ച റഫി മെഹബൂബിനെ അനുമോദിച്ചത് കൊച്ചിയിലെ പഴയ തലമുറയുടെ മധുരമുള്ള ഓർമ്മയാണ്. ജീവിതനൗകയിൽ 14 ഗാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ബേബി സരോജ നൃത്തം ചെയ്ത് അവതരിപ്പിക്കുന്ന ആനത്തലയോളം വെണ്ണ തരാമെട എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് സിനിമയിൽ അഭിനയിച്ച സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരും അദ്ദേഹത്തിന്റെ മകൾ പുഷ്പവും കൂടിയാണ്. സിനിമയിലെ പല പ്രണയ സംഭാഷണങ്ങളും ഗാനങ്ങളുടെ രൂപത്തിലാണ് അവതരിപ്പിച്ചതെന്നതും പ്രത്യേകതയാണ്. തിക്കുറിശിയുടെയും സരോജത്തിന്റെയും 1.5 വയസ്സുള്ള മകൻ ഗോപിയായി സിനിമയിൽ വേഷമിട്ടത് കുഞ്ചാക്കോയുടെ മകൻ ബോബൻ ആയിരുന്നു. ചുരുക്കം ചില സീനുകളിൽ മാത്രമേ ബോബൻ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. ഗോപിയുടെ മുതിർന്ന വേഷത്തിൽ ആലപ്പുഴക്കാരനായ ചാർലി ലിവേര ആണ് വേഷമിട്ടത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായ അമ്മ ചാർലിയെ ആലപ്പുഴ സെന്റ് ആന്റണീസ് ഓർഫനേജിൽ ചേർത്തു. ഒരു ദിവസം ഓർഫനേജിന് മുന്നിൽ ഒരു വാൻ വന്നു നിന്നു. ഉദയ സ്റ്റുഡിയോയുടെ വാനാണ്. 20ഓളം കുട്ടികളെ വണ്ടിയിൽ കയറ്റി ഉദയ സ്റ്റുഡിയോയിൽ കൊണ്ടിറക്കി. അവരുടെ പുതിയ സിനിമയ്ക്ക് ബാലതാരങ്ങളെ വേണം. സ്കൂളിൽ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു പരിചയമുള്ള ചാർലിയെ പ്രധാന ബാലവേഷമായ ഗോപി എന്ന കഥാപാത്രത്തിനായി തിരഞ്ഞെടുത്തു. പ്രേം നസീർ നായകനായ കിടപ്പാടം, വിശപ്പിന്റെ വിളി, അച്ഛൻ എന്നീ ഉദയ ചിത്രങ്ങളിലും ചാർലി മുഖം കാണിച്ചു. നിർമ്മാതാക്കളിൽ ഒരാളായ KV കോശിയുടെ ഉടമസ്ഥതയിലുള്ള ഇരവിപേരൂർ വള്ളംകുളം തേളൂർ കണ്ടത്തിൽ വീട്ടിലും ജീവിതനൗകയുടെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചതായി പഴമക്കാർ ഓർക്കുന്നുണ്ട്. ജീവിതനൗകയിൽ സഹായിയായിരുന്ന പത്തനംതിട്ട സ്വദേശി രാമകൃഷ്ണൻ നായരുടെ പക്കൽ ഒരു കോടാലി ഉണ്ടായിരുന്നു. ആ കോടാലിക്കൊരു കഥയുണ്ട്. സിനിമയിലെ നായിക ലക്ഷ്മിയെ പുറത്താക്കിയ ശേഷം 2 കുടുംബങ്ങൾ വേർപിരിയുന്നതിന്റെ സൂചനയായി ഒരു ചെറുമരത്തിന്റെ ശിഖരം പങ്കജവല്ലി കൈക്കോടാലി കൊണ്ട് വെട്ടിമുറിക്കുന്ന രംഗം സിനിമയിലുണ്ട്. ചിത്രീകരണത്തിനു ശേഷം യൂണിറ്റ് മടങ്ങുമ്പോൾ കോടാലി മാത്രം അനാഥമായി. അതങ്ങനെ കളഞ്ഞിട്ട് പോരാൻ രാമകൃഷ്ണൻ നായർക്ക് തോന്നിയില്ല. കോടാലി പൊതിഞ്ഞെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോന്നു. സിനിമയിൽ നിന്നുള്ള മകന്റെ ആദ്യ സമ്പാദ്യം അമ്മ കൈനീട്ടി വാങ്ങി ഭദ്രമായി സൂക്ഷിച്ചു. പിന്നീട് വിവാഹശേഷം വീടുമാറി താമസിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ സമ്പാദ്യം ഇതേയുള്ളൂ, എടുത്തോ എന്ന് പറഞ്ഞ് അമ്മ ആ പഴയ കോടാലി എടുത്തു കൊടുത്തതിന്റെ കഥ രാമകൃഷ്ണൻ നായർ ഒരിക്കൽ ഓർത്തെടുത്തിട്ടുണ്ട്. ജീവിതനൗക എന്ന സിനിമയിൽ BS സരോജം എന്ന നായികയ്ക്ക് ശബ്ദം നൽകിയത് അതേ സിനിമയിൽ അഭിനയിച്ച മുതുകുളം ജഗദമ്മ എന്ന നടിയാണെന്ന് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താനാണ് സരോജത്തിന് ശബ്ദം കൊടുത്തതെന്ന് ആദ്യകാല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൊച്ചിൻ അമ്മിണി പിൽക്കാലത്ത് അവകാശപ്പെട്ടിരുന്നു. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ സരോജത്തിന്റെ ശബ്ദത്തിന്റെ ഉടമ എന്ന് ഇന്നും വ്യക്തമല്ല.